ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഒരു യാത്രയിലാണ് അല്ലേ? ബോർഡ് എക്സാമൊക്കെ അടുത്ത് വരുന്നു. ഞാനും നിങ്ങളോടൊപ്പം വീണ്ടും ചാപ്റ്ററുകളൊക്കെ റിവൈസ് ചെയ്യുക. എന്നോടൊപ്പം നിങ്ങളുണ്ടോ? നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖം എനിക്ക് കാണാം. അതുകൊണ്ടാണ് മിസ് ഇങ്ങനെ ക്ലാസ് എടുത്തിടുന്നത്. കാരണം ഇനി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽപ്പ് ഇങ്ങനെ മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് പഠിക്കാം. നോക്കിക്കേ, യൂസിങ് പ്രോപ്പർട്ടീസ് ഓഫ് പ്രപ്പോർഷൻ ഫൈൻഡ് എക്സ് ഈസ് ടു വൈ. വാട്ട്സ് എ ക്വസ്റ്റ്യൻ? എക്സ് ക്യൂബ് പ്ലസ് 12x ബൈ 6x സ്ക്വയർ പ്ലസ് 8 ഈക്വൽ ടു വൈ ക്യൂബ് പ്ലസ് 27y ബൈ 9y സ്ക്വയർ പ്ലസ് 27. എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ക്വസ്റ്റ്യൻ കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ എഴുതണം അപ്ലൈ കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് കമ്പോണൻറ്റോ? കമ്പോണൻറ്റോ മീൻസ് ന്യൂമറേറ്റർ പ്ലസ് ഡിനോമിനേറ്റർ. എന്താണ് ഡിവിഡൻറ്റോ? ഡിവിഡൻറ്റോ മീൻസ് ന്യൂമറേറ്റർ മൈനസ് ഡിനോമിനേറ്റർ. അപ്പം നമ്മൾ എന്ത് LHS ചെയ്താലും നമുക്കറിയാം നമ്മൾ RHSലും അത് ചെയ്യും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ? ഓക്കെ, സ്റ്റാർട്ട്. എക്സ് ക്യൂബ് പ്ലസ് 12x, ദിസ് ദ ന്യൂമറേറ്റർ, പ്ലസ് 6x സ്ക്വയർ പ്ലസ് 8 ബൈ എക്സ് ക്യൂബ് പ്ലസ് 12x. അടുത്ത രണ്ട് പ്ലസ്സും ആരാകും? മൈനസ് ചെയ്യുമ്പം മൈനസ് 6x സ്ക്വയർ മൈനസ് 8 ഈക്വൽ ടു what is the RHS? y cube plus 27y plus 9y square plus 27 divided by y cube plus 27y പറഞ്ഞ മോനെ മൈനസ് 9y സ്ക്വയർ മൈനസ് 27. ഇനി മിസ്സിനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എക്സ് ക്യൂബാണ് ഫസ്റ്റ് ടേം. ആരുടെ ക്യൂബാ എക്സ് ക്യൂബ്? യെസ്, എക്സിൻ്റെ ക്യൂബാണ് അല്ലേ? എന്നിട്ട് പിന്നെ മിഡിൽ ടേംസ് ഒന്നും നിങ്ങൾ ചെക്ക് ചെയ്യണ്ട. നിങ്ങളിനി ലാസ്റ്റ് ടേമിലോട്ട് പോ. 8 ആരുടെ ക്യൂബാ മോനെ? 8 ഈസ് ദ ക്യൂബ് ഓഫ് 2. അപ്പം എനിക്ക് മനസ്സിലായി നിങ്ങൾ എഴുതാൻ പോകുന്നത് എക്സ് പ്ലസ് 2 ദ ഹോൾ ക്യൂബ്. എക്സ് പ്ലസ് 2 ദ ഹോൾ ക്യൂബ് ആണ് ന്യൂമറേറ്റർ എങ്കിൽ ആര് കാണാതെ പറയും അടുത്തത്? യെസ്, എക്സ് മൈനസ് 2 ദ ഹോൾ ക്യൂബ്. കണ്ടോ? അങ്ങനെയാണെങ്കിൽ അടുത്ത RHS ഒന്ന് നോക്കിക്കേ. വൈ ക്യൂബ് ഉണ്ട്, ലാസ്റ്റിൽ 27 ഉണ്ട്. 27 ആരുടെ ക്യൂബാ? യെസ്, 3 × 3 × 3. ദാറ്റ് മീൻസ് വൈ പ്ലസ് 3 ദ ഹോൾ ക്യൂബ് ബൈ പറ വൈ മൈനസ് 3 ദ ഹോൾ ക്യൂബ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? എല്ലായിടം ക്യൂബ് കിടക്കുന്നതുകൊണ്ട് ഞാൻ ഉടനെ എഴുതുന്നു ടേക്കിംഗ് ക്യൂബ് റൂട്ട് ഓൺ ബോത്ത് സൈഡ്. മറക്കല്ലേ, റീസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിച്ച് ഇംപ്ലൈസ് എന്ന് കൊടുത്താൽ മതി. എക്സ് പ്ലസ് 2 ബൈ എക്സ് മൈനസ് 2 ഈക്വൽ ടു വൈ പ്ലസ് 3 ബൈ വൈ മൈനസ് 3. കിട്ടിയോ? ഇവിടെ എ പ്ലസ് ബിയുടെ താഴെ എ മൈനസ് ബി ആയതുകൊണ്ട് എഗെയിൻ അപ്ലൈ കമ്പോണൻറ്റോ. CD എന്നൊന്നും എഴുതരുത്. കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ. അഗെയിൻ എക്സ് പ്ലസ് 2 പ്ലസ് എക്സ് മൈനസ് 2 ബൈ എക്സ് പ്ലസ് 2 മൈനസ് എക്സ് അല്ലേ? പ്ലസ് മാറി മൈനസ് ആയി, മൈനസ് മാറി പ്ലസ് ആയി, ഈക്വൽ ടു വൈ പ്ലസ് 3 പ്ലസ് വൈ മൈനസ് 3 ബൈ വൈ പ്ലസ് 3 മൈനസ് വൈ പ്ലസ് 3. നിങ്ങൾക്കൊരു സന്തോഷമൊന്നുമില്ല പഠിക്കുന്നതിനകത്ത്. ഞാൻ സാധാരണ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, വെൻ യു അപ്ലൈ കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ ഇങ്ങനെ എഴുതി കഴിയുമ്പം 2 ഇൻറ്റു വിച്ച് ഈസ് ദ ഫസ്റ്റ് ടേം ഹിയർ എക്സ് ബൈ 2 ഇൻറ്റു സെക്കൻഡ് ടേം ആയിരിക്കും എല്ലാ പ്രോബ്ലത്തിലും. അങ്ങനെയാണ് ഇവിടെ എങ്ങനെ എഴുതും? 2 ഇൻറ്റു ഫസ്റ്റ് ടേം വൈ ആയിരുന്നു ബൈ 2 ഇൻറ്റു സെക്കൻഡ് ടേം 3 ആയിരുന്നു. ഓക്കെ ആയോ നോക്കിക്കേ. ആരൊക്കെ വെട്ടിപ്പോയി? 2 2 2 2 വെട്ടിയപ്പോൾ ഒരു എക്സ് ബൈ 2 ഈക്വൽ ടു ആര് കിട്ടി? വൈ ബൈ 3.
ഇനി എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്? എക്സ് ബൈ വൈ അല്ലേ, 1ഉം 3ഉം എടുക്കുമ്പോൾ ആക്ച്വലി ഓൾട്ടർനെൻറ്റോ എന്ന് അവിടെ പറയുന്നത്. അപ്ലൈയിങ് ഓൾട്ടർനെൻറ്റോ എക്സ് ഈസ് ടു വൈ ഈസ് ഈക്വൽ ടു നോക്കിക്കേ 2:3. ഓക്കെ, ഇനി അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു 12 മാർക്സ്. ആദ്യത്തെ 15, പിന്നെ 12, പിന്നെ 13, അങ്ങനെയാണ് സെക്ഷൻ A 40 ആകുന്നത്. അപ്പോൾ അവിടെ ഒരു ഇന്നിക്വേഷനായി പ്രാവശ്യം വന്ന് ഒന്ന് നോക്കിക്കേ. -5 and 1/2 മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 മൈനസ് 3x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 and 1/2 മൈനസ് എക്സ്. ആഫ്റ്റർ ദാറ്റ് മൈനസ് എക്സ് ദർ ഈസ് എ കോമ എക്സ് ഇൻ ആർ. പലരും ഈ രണ്ടാമത്തെ മൈനസ് എക്സ് കണ്ടില്ല. ഞാനത് പെട്ടെന്ന് കൺവേർട്ട് ചെയ്തു. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബിയുടെ ഇന്നിക്വാളിറ്റി എങ്ങനെ എഴുതാം? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഇൻ വൺ സൈഡ്, ദ സെയിം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഇൻ ദ അതർ സൈഡ്. സെപ്പറേറ്റ് ചെയ്തോ. അപ്പോൾ ഇടയ്ക്കൊരു ഇച്ചിരി സ്പേസ് ഇടണം, അല്ലാത്തവർ സെക്കൻഡ് പാർട്ട് താഴത്തെ ലൈനിൽ കൊടുക്കണം. എനിവേ വി ക്യാൻ ഡു ദ ഫസ്റ്റ് വൺ. എന്നെ വളരെ ശ്രദ്ധിക്കണം. -11/2 മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 മൈനസ് 3x. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വലുതിൻ്റെ അടുക്കലേക്ക് ചെറിയ ആളുകളാണ് പോകുന്നത്. അപ്പം ഇവിടെ -3x ഇപ്പുറത്തോട്ട് വരുമ്പോൾ യു നോ ദാറ്റ് ചേഞ്ചസ് ടു +3x. അപ്പം -xൻ്റെ പ്ലേസ് അവിടെ ഉണ്ട്. 3x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 + 11/2. What is 3x minus x? Yes, 2x less than or equal to 11 plus 1, 12. 12/6 ആര് പറയും? 12/2. 12/2 is 6. x less than or equal. എത്ര നേരം വേണമായിരുന്നു നോക്കിക്കേ. ഇതായിരുന്നോ മിസ്സേന്ന് ഇപ്പോൾ മനസ്സിൽ പറയുന്നുണ്ടല്ലേ. ഇനി ഇവിടെ -3x ആണ് ചെറുത്, ഞാനത് അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ 1/2 മൈനസ് 7/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -x + 3x. പറഞ്ഞെഴുതിയ മാത്സ് തെറ്റത്തില്ല. നമ്മുടെ കൈ നമ്മളെ ചതിക്കത്തില്ല. നമ്മുടെ കോൺസെൻട്രേഷൻ പോകാതിരിക്കാനാണ് ഉറച്ചു പറയുന്നത്. പരീക്ഷാ ഹോളിൽ എങ്ങനെ ഉറച്ചു പറയാൻ പറ്റും? ഉള്ളിൽ ഉറച്ചു പറയാൻ പറ്റും കേട്ടല്ലോ. -1 - 7 -6 -6/2 -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2x. എക്സ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണമെന്നാണ് മിസ് പഠിപ്പിച്ച്. അപ്പോൾ ഈ 2 ഇപ്പുറത്ത് വരുമ്പം -3/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. അഗെയിൻ -3/2 മീൻസ് -1.5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. അപ്പോൾ ആദ്യത്തെ ഇത്, രണ്ടാമത്തത് ഇത്. വിച്ച് ഈസ് സ്മോളർ? ആര് പറയും? യെസ്, -1.5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, എക്സ് ഇൻ ആർ. ഫുള്ള് മേടിക്കാനിരിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കണം. ഈ സെറ്റ് നൊട്ടേഷനിനല്ല നിങ്ങൾ ആൻസർ എഴുതിയതെങ്കിൽ അവരവിടെ ഇടുന്ന ഒരു മാർക്കുണ്ട് M0. റൈറ്റ് ദ ആൻസർ ഇൻ സെറ്റ് നൊട്ടേഷൻ. കണ്ടോ? അപ്പം നിങ്ങൾക്ക് M1 വരണമെങ്കിൽ അത് ഇവിടെ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ശരിയായാൽ M1 കിട്ടും. കണ്ടോ? 2 മാർക്സ് ആയോ? ഇനി നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. 0 മിഡിലിൽ -1 ഈക്വൽ വിട്ടായിരിക്കണേ. -2 -3 -4 ആരോ മസ്റ്റാണ്. 1 2 3 4. ദെൻ -1.5 എന്ന് പറയുമ്പോൾ -1നും -2നും ഇടയ്ക്ക് ഞാനൊരു സർക്കിൾ വരച്ചു. കാരണം എക്സ് ഇൻ ആറാണ്. അടുത്തത് 3യുടെ അവിടെ ഒരു സർക്കിൾ വരച്ചു. 2 ടോപ്പും തമ്മിൽ മീറ്റ് ചെയ്യിച്ചു. ദിസ് ഈസ് ദ പോർഷൻ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് സോളിഡ് സർക്കിൾസ് ആയിരിക്കും. ഓക്കെ ആയോ? ദിസ് ഈസ് ദ ലാസ്റ്റ് A1. therefore you will get 3 marks. Okay, now we can write the next question. ആരെഴുതും പെട്ടെന്ന്? Calculate the mean daily wages of a worker from the following daily wages. പെട്ടെന്ന് ക്വസ്റ്റ്യൻ ഒന്ന് കോപ്പി ചെയ്തേ. ക്വസ്റ്റ്യൻ കോപ്പി ചെയ്തായിരുന്നോ? ക്ലാസ് ഉണ്ട്, F ഉണ്ട്. എനിക്ക് സങ്കടം തോന്നി കേട്ടോ നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്തപ്പോൾ. കാരണം ഇത് ഉറപ്പായിട്ടും എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. ഞാൻ കോളംസ് നിങ്ങളെ ഒന്ന് പഠിപ്പിക്കാം. എക്സ് കാണാതെ എൻ്റെ കൂടെ പറ. എക്സ് ഡി എഫ് ഡി. അരിത്തമെറ്റിക് മീൻ കാണണമെങ്കിൽ 3 കോളം എക്സ് ഡി എഫ് ഡി.
എക്സ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ 400-നും 450-നും മിഡിലിൽ കിടക്കുന്ന നമ്പർ മിഡ് എക്സ് എന്ന് പറയും, അല്ലെ ക്ലാസ് വിഡ്ത്ത് എന്ന് പറയും. എന്താണ് 400-നും 450-നും ഇടയ്ക്ക് കിടക്കുന്ന നമ്പർ 425 ആണെന്ന് അറിയാത്തവരുണ്ടോ? 42.5 എഴുതിയവരുണ്ട്. 425, 450-നും 400-നും ഇടയ്ക്ക്. ഇവിടെ നോക്കിയേ 400, 450, 500, 550. അപ്പോൾ വിട്ട് ക്ലാസ് ഇൻ്റർവെൽ 50. 425-ൻ്റെ കൂടെ മലയാളത്തിൽ കൂട്ടാൻ അറിയാത്തവരുണ്ടോ? 475, വീണ്ടും 525, വീണ്ടും 575, ദെൻ 625. അല്ലേ? സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് മാത്സിലെ ഏറ്റവും നല്ലത് പഠിക്കാൻ. മിസ്സിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓക്കെ, കണ്ട ഞാൻ മിഡിലിൽ കൂടെ ഒരു വര വരച്ചു. ഡിയുടെ അവിടെ മിസ് എപ്പോഴും പറയുന്ന പോലെ 0 കൊടുത്തു. മുകളിൽ ഇതെല്ലാം കാണാപ്പാടവാണ്, ഏത് ക്വസ്റ്റ്യൻ വന്നാലും. -1, -2 കൊടുത്തു. താഴോട്ട് 1 2. എഫ് ഇൻറ്റു ഡി ചെയ്യുമ്പോൾ എഫിൻ്റെ അവിടെ കൈവച്ചോണം. എക്സ് ഇൻറ്റു ഡി ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എഫ് ഡി ആണ്. 2 ഇൻറ്റു -2 -4, 3 ഇൻറ്റു -1 -3, 7 0 0, 12 1 12, 6 2 12. നമുക്കൊരു സിഗ്മ എഫ് ഡി വേണ്ടതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇട്ടേച്ച് -7, 12 + 12 24. അല്ലേ? ഇനി ഇവിടെ സിഗ്മ എഫ് ഡി എന്ന് പറഞ്ഞാൽ ഈ 1 നമ്പർ ഈസ് പോസിറ്റീവ് ആൻഡ് ദ അതർ നമ്പർ ഈസ് നെഗറ്റീവ്. 24 7 പോയ 17 കിട്ടിയ സഹോദരങ്ങളുണ്ടോ? വെരി ഗുഡ്. ദെൻ വാട്ട് ഈസ് എക്സ് ബാർ? അരിത്തമെറ്റിക് മീനിൻ്റെ നൊട്ടേഷനാണ് എക്സ് ബാർ. ക്യാപിറ്റൽ A പ്ലസ് ഇച്ചിരി മാറ്റി സിഗ്മ എഫ് ഡി ബൈ സിഗ്മ എഫ് ഇൻറ്റു സി. എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് ഹൊറിസോണ്ടൽ ലൈൻ വരച്ചത്? ഞാൻ വരയ്ക്കണമെന്നടുത്ത് നിങ്ങൾ വരയ്ക്കണമെന്നില്ല. എവിടെ വരച്ചോ ആ ക്ലാസിൻ്റെ എക്സിന് വിളിക്കുന്ന പേരാണ് എ. മറക്കരുത്. 525-ൻ്റെ അവിടെയാണ് ഞാൻ 0 വരച്ചു പോയത്. ദിസ് ഈസ് എ. അപ്പോൾ എന്താണ് ഇവിടെ ആൻസർ? 525 + 17/30 ഇൻറ്റു വാട്ട് ഈസ് ക്ലാസ് വിഡ്ത്ത് അറിയാത്തവരുണ്ട്. 400, 450, 500, 550, 50 വെച്ച് അവർ കൂട്ടി പോയേക്കുണ്ട്. ഇസ് ഇറ്റ് കറക്റ്റ്? 0 0 ക്യാൻസൽ. 85/3 എഴുതിക്കേ പെട്ടെന്ന്. ആൻസർ പെട്ടെന്ന് വെരിഫൈ ചെയ്തെടുത്തു. ഓക്കെ, റൈറ്റ് ദ നെക്സ്റ്റ് വൺ. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 2-ൻ്റെ 3 ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്തു. 3 ക്വസ്റ്റ്യൻ ചെയ്യാൻ ഞാൻ 12 മിനിറ്റ്സ് എടുത്തു. അപ്പോൾ നിങ്ങൾ ഓർത്തോണം 4 × 3 4 മിനിറ്റ്സ് ഒരു പ്രോബ്ലത്തിന് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ഓക്കെ, ദെൻ റൈറ്റ് ദ ക്വസ്റ്റ്യൻ നമ്പർ 3. എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്? 13 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ് കേട്ടോ. 4+4+ ഒരു റിഫ്ലക്ഷനാണ് സാധാരണ വരുന്നത്. നമുക്ക് നോക്കാം. ഇഫ് ദ 8th ടേം ഓഫ് ആൻ എ പി ഈസ് 37. 8th ടേം എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുതി A8 = 37. വായിക്കുന്ന പോലെ നമുക്ക് എഴുതാം. ആൻഡ് ദ 15th ടേം ഈസ് 15th ടേം മീൻസ് A15 ഈസ് 15 more than എന്ന് പറയുമ്പം 15 + 12th ടേം. എന്ത് സിമ്പിളായിരുന്നു നോക്കിയേ. ഒന്നുകൂടെ വായിച്ചേ. 8th ടേം ഈസ് 37. A8 37 എന്ന് എഴുതിയപ്പോൾ അടുത്ത വരിയിൽ എഴുതി A + 7D = 37. A15 ഈസ്, മനസ്സിലാക്കി വായിക്കണം, 15 more than. മാത്സി മോർ ദാൻ മീൻസ് കൂടുതലാണ്. A12 ആയിട്ട് ഒന്ന് പറഞ്ഞേ. A + 14D = 15 + A + 11D. കിട്ടിയവരുണ്ടോ? ഫ്രം ബോത്ത് സൈഡ് A ക്യാൻസൽ. 14 നിന്ന് 11 ഇങ്ങോട്ട് വന്നപ്പോൾ 14D - 11D = 15. എത്ര കിട്ടി? 3D = 15 മീൻസ് D = 5. കണ്ടോ? D = 5. കാണാമോ നോക്കാം. ഓക്കെ, ആ D എടുത്ത് നമുക്കിവിടെ കൊടുക്കാം. A + 7 × 5 = 37. 7 5 35. 37 നിന്ന് 35 പോയാൽ 2. എനിക്ക് A2 കിട്ടി. ദ ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദ AP. AP എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതുന്നേ? എയുടെ ഫസ്റ്റ് ടേം മീൻസ് A2. ആഡ് ദ കോമൺ ഡിഫറൻസ്. വാട്ട് ഈസ് യുവർ കോമൺ ഡിഫറൻസ്? 5 ആയിരുന്നു. നോക്ക്, നോട്ട്ബുക്കിൽ നോക്ക്. 2ൻ്റെ കൂടെ 5 കൂട്ടിയാൽ 7, 7ൻ്റെ കൂടെ 5 കൂട്ടിയാൽ 12, 12 + 5
17 etc. കണ്ടില്ലേ 4 മാർക്സാ, എന്ത് ഈസി ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ വന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷനകത്തുനിന്ന്. കണ്ടോ, ദ സൈഡ്സ് ഓഫ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആർ x-1, 3x ആൻഡ് 3x+1. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ദ സൈഡ്സ് ഓഫ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്. അപ്പം ഞാനാണെങ്കിൽ ഉടനെ ഒരു വരയങ്ങ് വരയ്ക്കും. ദിസ് ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. 3 സൈഡ്സ് തന്നപ്പോൾ കണ്ണ് തുറന്നൊന്ന് നോക്കിക്കേ, ഇതിലാരായിരിക്കും വലുത്? x-1 ആണോ, 3x ആണോ, 3x+1 ആണോ? യെസ്, 3x+1. ദ ലാർജർ വൺ ഈസ് ഹൈപ്പോട്ന്യൂസ്. ബാക്കി രണ്ടെണ്ണം എവിടെ വേണേലും കൊടുത്തു, x-1ഉം 3xും. തിരിച്ചു മറിച്ച് ഇത് കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ദെൻ വാട്ട് ഈസ് പൈതഗോറസ് തിയറം? ആരെളുപ്പം പറയും? എല്ലാവർക്കും കാണാൻ അറിയാവുന്ന ഒറ്റ കാര്യമാണ്. ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഓക്കെ, ദെൻ മിസ്സിൻ്റെ കൂടെ എഴുതിക്കോ, 3x+1 the whole square equal to x-1 the whole square plus 3x the whole square. മറക്കരുത്, 3x the whole square. ഇനി ആർക്കറിയാം 3x+1 the whole square? a plus b the whole square is first term square plus 2 into first into second plus second term square, a square plus 2ab plus b square. പലപ്പോഴും ഞാൻ പരീക്ഷ ഹാളിൽ നടന്നപ്പോൾ കണ്ടു 3xൻ്റെ സ്ക്വയർ എല്ലാവർക്കും 3x² ആയിരുന്നു. അല്ല, 3xൻ്റെ സ്ക്വയർ 9x² പ്ലസ് 2ab മീൻസ് 6x പ്ലസ് 1 ഈക്വൽ ടു എക്സിൻ്റെ സ്ക്വയർ x² മൈനസ് 2x പ്ലസ് 1 പ്ലസ് എഗെയിൻ ഇവിടെ 3xൻ്റെ സ്ക്വയർ 3 ഇൻറ്റു x² ആണ്. നല്ലൊരു പേഴ്സൻറ്റ് സ്റ്റുഡൻസിനും 3x² അല്ല 9x². കണ്ടോ, നിങ്ങൾ വരുത്തിയ മിസ്റ്റേക്ക് ക്ലിയർ ചെയ്യാനാണ് ഞാൻ ഈ ക്ലാസ് എടുത്തത്. ഫ്രം ബോത്ത് സൈഡ് യു ക്യാൻ ക്യാൻസൽ 9x², ഒരു +1 ദെൻ x² മൈനസ് 2xൻ്റെ അടുത്തോട്ട് ഈ 6x ഞാൻ കൊണ്ടുപോയപ്പോൾ മൈനസ് 6x ഈക്വൽ ടു 0. മറന്നു പോകരുത്, ദ ചാപ്റ്റർ ഈസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ദെയർഫോർ ദിസ് സ്റ്റെപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. x² മൈനസ് 8x ഈക്വൽ ടു 0. വെൻ യു റൈറ്റ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ the RHS equal to 0. Okay, now here the easy method is you can take x outside. X into x minus 8 equal to 0 implies either x equal to 0 or x minus 8 equal to 0. Is it possible the side 3x 3 into 0 0? That means that is not possible. Therefore x equal to 8 ആണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. Then right, the first question is write the value of x. Write the value of x means that is 8. The length of the sides ഓരോരുത്തരും പറഞ്ഞു. ബേസ് 8 minus 1 7. altitude എത്ര? 3 into 8 24. Then hypotenuse side 3 into 8 24 plus 1 25. Okay ആയോ? Then can you say what is the area of a right triangle? എന്തെല്ലാം പാർട്ടുകളായിരുന്നു ഇതിനകത്തുനിന്ന്. ഏരിയ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ മീൻസ് ഹാഫ് ബി എച്ച് ഹാഫ് ഇൻറ്റു അല്ലേ. ബേസ് ഏതാ നോക്ക്, x-1 ഇവിടുത്തെ ബേസ്. x-1 എന്ന് പറയുമ്പോൾ 7 ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് 3 into 8 24. കിട്ടിയവരുണ്ടോ നോക്ക്. 2ഉം 24ഉം വെട്ടി 12. 12 7s are 84. Suppose it is centimeter square is the area of the triangle. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഉറക്കളച്ച് പഠിക്കുന്ന ഈ സമയത്ത് മിസ്സ് നിങ്ങൾക്ക് വേണ്ടി ഉറക്കളയ്ക്കുക. അതിൻ്റെ പ്രയോജനം എൻ്റെ മാത്സിൻ്റെ പേപ്പറിൽ എല്ലാവരും കാണിക്കണം, കേട്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. All of you look here. Use a graph sheet for this question. Take 1 centimeter equal to 1 unit. Very important line. Along both x and y axis, plot the points and plot R the image of Q when reflected in the y axis. Write its coordinate. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഗ്രാഫ് പേപ്പറിൽ തന്നെ ഞാൻ PQO താഴോട്ട് എഴുതി. അവിടെ ആകെ റിഫ്ലക്റ്റ് ചെയ്യാൻ പറഞ്ഞത് Q ആണ് ഇൻ ദ y ആക്സിസ്. വെൻ യു റിഫ്ലക്റ്റ് എ പോയിന്റ് ഇൻ ദ y ആക്സിസ്,
ക്യൂ ഡാഷ് അല്ല, ഇവിടെ ആർ എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ആർ ഈസ് വൈ ആണെങ്കിൽ എക്സ് കോർഡിനേറ്റ് ചേഞ്ചസ് ഇറ്റ് സൈൻ -3 -2. മിസ് ഗ്രാഫ് വരച്ചിട്ടു, നിങ്ങൾ ശ്രദ്ധിച്ചോ. 1 സെൻറ്റിമീറ്റർ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മോളെ ഇതാണ് 0, ഇവിടെ 1, അടുത്ത് 1 2. നമ്മുടെ ബോർഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 0 കഴിഞ്ഞ് വലിയ 1 ഇവിടെ കാണുന്നത്, അത് 2 സെൻറ്റിമീറ്റർ 1 യൂണിറ്റ്. അപ്പോൾ നിങ്ങൾ അടുപ്പിച്ചെടുക്കണമായിരുന്നു 1. ഇനി ഒന്ന് പ്ലോട്ട് ചെയ്തേ. 0ക്ക് 3 എന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടെ പെൻസിൽ കൊണ്ടേ വരയ്ക്കാവേ. മിസ്സിൻ്റെ പെൻസിൽ എവിടെ വെച്ചു? ഓക്കെ. 0ക്ക് 3, 3ക്ക് -2 ആണ് ക്വസ്റ്റ്യൻ. 3യുടെ -2 എന്ന് പറയുമ്പോൾ കാണാമോ? ബോർഡ് കാണാമോ? 3ക്ക് -2. ഇനി അടുത്തത് O00 O ഇത്. അപ്പം ഞാനൊന്ന് എഴുതിക്കോട്ടെ. P 3 -2 Q -3 -2 എന്ന് പറയുമ്പോൾ ദണ്ട് ഇവിടെ അല്ലേ. ദിസ് ഈസ് R O A. ഇനി ഒന്ന് ജോയിൻ ചെയ്തേ. സ്കെയിലെടുത്ത് തന്നെ ജോയിൻ ചെയ്യണം. എങ്ങനെ? ഫിഗറിൻ്റെ പേര് തന്നിട്ടുണ്ടോ എന്ന് നോക്കിക്കേ. ഇവിടെ ഫിഗറിൻ്റെ പേരില്ലായിരുന്നോ? ഓക്കെ, ജോയിൻ ചെയ്ത് വന്നേ. പിയിൽ നിന്ന് ക്യൂയിലോട്ട്, ക്യൂവിൽ നിന്ന് ഓയിലോട്ട് ആണോ? ദെൻ ആറിലോട്ട്. സ്കെയിലും തന്നെയല്ല, യൂസ് ഗ്രാഫ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ആൻസർ ഷീറ്റേ വരയ്ക്കരുത്. നോ ഗ്രാഫ് നോ മാർക്ക് എന്ന ഇൻസ്ട്രക്ഷൻ. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. ഓക്കെ, ഞാൻ വരച്ചപ്പോൾ എൻ്റെ കൈ ഇങ്ങനെ. ഓക്കെ, കണ്ടോ? നിങ്ങൾക്കിതല്ലേ കിട്ടുന്നേ. പി, ദിസ് ഈസ് ദ ഫിഗർ. ഇതിന് വിളിക്കുന്ന പേരെന്താണെന്നറിയാമോ? ആരോ ഹെഡ്. 1 2 3 4 സൈഡഡ് ഫിഗർ അല്ലേ. ദിസ് ഈസ് എ പോളിഗൺ ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് എ ആരോ ഹെഡ്. അപ്പം നമ്മൾ ശരിക്കും 21 മിനിറ്റ് എടുത്തു. നമ്മൾ 3 + 3 6 ക്വസ്റ്റ്യൻസേ ചെയ്യാൻ പറ്റുള്ളൂ. എക്സ്പ്ലനേഷനും മിസ്സിൻ്റെ സ്ലോയിലുള്ള എക്സ്പ്ലനേഷൻ കാരണം. ഓക്കെ ആണോ? പഠിച്ചിട്ട് പറയുമോ? ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ.